ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടി ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ഇടട്ടെ ഇതിനകത്ത്. ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇടുന്ന കുറച്ചേ ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ പാൽപ്പൊടി വേണ്ടിക്ക് ചേർക്കാം. ഞാൻ പാൽപ്പൊടിയല്ല, പാല് ചേർത്തിട്ടാണ് കുഴക്കുന്നത്. പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ട് മുട്ടയും റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മുട്ട ഉടച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു മുട്ട എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാരേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരേൻ്റെ പൊടി. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനാണ് പഞ്ചസാര പൊടിച്ചെടുത്തത്. പൊടിക്കാണ്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് അലിയാൻ കുറച്ച് പണിയുണ്ടാവില്ലേ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ച പൊടി ഇതിലാണ്. ഞാൻ നേരെ പാൽപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ഇതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പാൽപ്പൊടി ഇട്ടിട്ടില്ല. അതിന് പകരം ഞാനിത് കുഴക്കാൻ പാല് ചേർത്തിട്ടാണ് കുഴക്കുന്നത്. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ. ഇതിനെക്കൊണ്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കുഴക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമുക്ക് കുഴക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ അതിൻ്റെ അകത്ത്. നെയ്യില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാല് ഞാൻ ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മയത്തിൽ കുഴച്ചെടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കട്ടെ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം നല്ലോണം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതാ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒന്ന് പരത്തിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് പരത്തിയിട്ട് വേണം ഷേപ്പിൽ, നമ്മളെ പാൽ കേക്കിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാൻ. കണ്ട, ഇതാ തൊടുമ്പം തന്നെ മനസ്സിലായില്ല നല്ല അടിപൊളിയായിട്ട് അതിന്. അപ്പം ഞാനിവിടെ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരത്തട്ടെ. കുറച്ച് കട്ടിയിൽ പരത്തണം, അധികം ഇതാക്കിയിട്ട് പരത്താൻ പാടില്ല. അപ്പോൾ കുറച്ച് ഇതായിട്ട് പരത്തിയെടുക്കട്ടെ. അധികം നേരിയതാവാൻ പാടില്ല.
അതാണ് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം നമുക്ക്. ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഷേപ്പ് നല്ല അടിപൊളിയായിട്ട് എടുക്കണം. ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കി വെക്കട്ടെ ഞാൻ, നല്ല സ്ക്വയർ ഷേപ്പിൽ. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ചെടുത്ത് ഇതന്നെ. ഇനി ഇത്ര നീളത്തിൽ ഇങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ ഇതാ തുടർന്ന് ഇങ്ങനെയും മുറിച്ചെടുക്കുക. എല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇനി പ്ലേറ്റിലെടുത്ത് വെക്കട്ടെ. ഇതാ കണ്ടല്ലോ, ഇതേപോലെ എല്ലാവരെയും ആക്കി എടുത്തിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതങ്ങനെ പീശാത്തീനെ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടും നമ്മൾ മുറിച്ച ഷേപ്പിൽ തന്നെ. ഇതാ കണ്ട. എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അതിനെ ഷേപ്പാക്കി കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ പാൽ കേക്കിൻ്റെ മോഡലിൽ തന്നെ കിട്ടിയില്ലേ. അപ്പം അങ്ങനെ എല്ലാവരെയും ഞാൻ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരണം. അപ്പോൾ ഇത് വറുത്ത് കോരാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് കുറച്ച് പഞ്ചസാര ലായനിയാക്കണം. ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച്. മുഴുവൻ ഞാൻ പഞ്ചസാര ലായനിയിലിടുന്നില്ല, കുറച്ച് മാത്രം. പകുതി ഞാൻ അപ്പാടി തന്നെ വെക്കുന്ന. അപ്പാടി തിന്നാൻ എനിക്കിഷ്ടം. ഈ പഞ്ചസാര ലായനിയിലിട്ടിട്ടുള്ള എനിക്കധികം ഇഷ്ടമല്ല. അതുകൊണ്ട് വേറെ ആരും ഇല്ലല്ലോ ഇവിടെ തിന്നാൻ. അതുകൊണ്ട് അധികം മധുരാക്കുന്നില്ല, കുറച്ച് മാത്രം പഞ്ചസാരയാക്കിയിട്ട് അതിനെ അടുക്കുന്നു. ഇപ്പോൾ ഇതാണ് ഇളം ചൂടോടെ തന്നെ നമുക്ക് വറുത്ത് കോരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട്. വറുത്ത് കോരാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കട്ടെ. ഇത്രയും എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ആവട്ടെ. ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചിട്ട് വെക്കാം. അപ്പോൾ തീ ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്, ഇല്ലേ കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ സംഭവം കരിഞ്ഞു പോകും, പൊന്തി വരും ഇത്. അപ്പോൾ അതിനെ തിരിച്ചിട്ട് വെക്കണം. എല്ലാവരെയും നമുക്ക് തിരിച്ചിട്ട് വെക്കാം. അപ്പം നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇത്രയും ഇതായിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണ പോയിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് കൂടി ഇട്ട് കൊടുക്കട്ടെ.
അപ്പോൾ ഇത് ഞാൻ ആയത് പഞ്ചസാര ലൈനിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതവിടുന്ന് അങ്ങനെ ആവട്ടെ. എന്നിട്ട് ഇതിനെ ഞാൻ ഓഫാക്കിയേ. അതിനെ തിരിച്ചും മറിച്ചും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് അങ്ങനെ ആവട്ടെ. ഒരുപാട് എടുത്ത് ഇടുന്നില്ല ഞാൻ. അതിൻ്റെ അകത്ത് പഞ്ചസാര ലൈനിൽ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാ ഗൈസ്, പാൽ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ലൈനിൽ ഇത്ര മാത്രമേ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളൂ. കണ്ട, ബാക്കിയുള്ളതെല്ലാം ഞാനിതാ വറുത്ത് കോരി ഇങ്ങനെ വെച്ചിട്ട് പാത്രത്തിലിട്ട് ഓരോന്ന് 2 കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അധികം പഞ്ചസാര ലൈനിൽ ഞാൻ ഇട്ട് വെച്ചിട്ടില്ല. അപ്പോൾ പാൽ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ വറുത്ത് കോരി വെച്ചതാണ് ഗൈസ്. ഇതാണ് പാൽ കേക്ക്. അപ്പോൾ ഇത് ഞാനൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റാണ് മുറിച്ചിട്ട് കാണിച്ചു തരാം. കണ്ട, വാവ്, അടിപൊളി സാധനം. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് സാധനമാണ്. നല്ല മധുരവും ഇതിലുള്ള പഞ്ചസാര ലൈനിലിട്ട് വെച്ചല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ, പാൽ കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കേ, ബൈ.